കോൺഗ്രസിൽ പ്രവർത്തകർക്കിടയിൽ അമർഷം, നേതാക്കളെ അൺഫോളോ ചെയ്യാൻ ആഹ്വാനം. മലയാളം വാർത്താ ചാനൽ റിപ്പോർട്ടർ ടിവിക്കെതിരായ നിസ്സഹകരണം അവസാനിപ്പിച്ച കോൺഗ്രസിന്റെ തീരുമാനത്തിനെതിരെ പ്രവർത്തകർക്കിടയിൽ അമർഷം ശക്തം. ബഹിഷ്കരണം 1 വർഷം പിന്നിടുന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും സഹകരണം ആരംഭിച്ചത്. ഇതിന് പിന്നാലെ ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ ടിവിയുമായി സഹകരിക്കാൻ KPCC തീരുമാനിച്ചെന്ന് ചാനൽ ചർച്ചയിൽ അവതാരക അവകാശപ്പെട്ടിരുന്നു. തുടർന്ന് നടന്ന ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയായി KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പങ്കെടുക്കുകയും ചെയ്തു. റിപ്പോർട്ടർ ടിവി ബഹിഷ്കരണം പിൻവലിച്ച കോൺഗ്രസ് തീരുമാനം പാർട്ടി പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെ എന്നാണ് പ്രധാന വിമർശനം. പാർട്ടിക്കെതിരെ പ്രചാരണം നടത്തിയപ്പോൾ പ്രവർത്തകർ തുടങ്ങിവെച്ച ബഹിഷ്കരണം അന്ന് KPCC ഏറ്റെടുക്കുകയും അന്നത്തെ പ്രസിഡന്റ് K സുധാകരൻ ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഈ ബഹിഷ്കരണം അവസാനിപ്പിക്കുമ്പോൾ ആരാണ് അതിന് തീരുമാനമെടുത്തത് എന്നറിയില്ല. കള്ളക്കേസുകൾ നൽകി പ്രവർത്തകരെ വേട്ടയാടുകയും പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനും റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടായെന്നും സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടർ ടിവിയോട് സഹകരിക്കാനുള്ള പാർട്ടി തീരുമാനം പ്രവർത്തകരുടെ പ്രതിഷേധം ഏറ്റുവാങ്ങുമെന്ന മുന്നറിയിപ്പും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളെ സോഷ്യൽ മീഡിയയിൽ ബഹിഷ്കരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രവർത്തകർ കടക്കുമെന്നും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറയുന്നു. സഹകരിക്കാനുള്ള തീരുമാനത്തിലൂടെ പാർട്ടിയുടെ അന്തസ്സ് പണയപ്പെടുത്തിയെന്നും പ്രവർത്തകർക്കെതിരെ കൊടുത്തിരിക്കുന്ന വിവിധ കേസുകൾ പിൻവലിക്കാതെ ചാനൽ ബഹിഷ്കരണം പിൻവലിച്ചതും അംഗീകരിക്കാനാവില്ല. വിഷയത്തിൽ KPCC പ്രസിഡന്റിനോടുള്ള ശക്തമായുള്ള വിയോജിപ്പും പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും പോസ്റ്റുകൾ പറയുന്നു.